വണ്ടി സ്റ്റാർട്ടാകുന്നില്ലല്ലോ. ഇപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോഴാണ് വണ്ടി ഓഫാണ്. സ്റ്റാർട്ടായി. പോകാം. ഞാൻ ആഗ്രഹിച്ച അതേ വീട് എങ്ങനെയുണ്ട്? എങ്ങനെ ഒപ്പിച്ച്? അതൊക്കെ ഉണ്ട്, അതിനല്ലേ ഞാൻ. സാറ് മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും. നമ്മൾ എത്ര പേരുണ്ട് സാറേ? എൻ്റെ കാര്യം എത്ര പേരുണ്ടെന്ന്? ഉണ്ട്, എല്ലാരും ഉണ്ട്. സമാധാനപ്പെടും സാറേ. വഴി കിടക്കണവരെല്ലാം വിളിച്ചോണ്ട് വന്നില്ലേ? പേടിച്ചു പോയി. നിൽക്കവിടെ. നിങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ വളരെ അപകടം പിടിച്ചതാണ്. നിങ്ങൾക്കിവിടെയല്ലേ വരാൻ കണ്ടുള്ളൂ. ഇവിടെ വന്നവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ഇതൊക്കെയല്ലേ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? എങ്ങനെ മനസ്സിലായി? ഇതിനൊക്കെ എന്താലോചിക്കാൻ? എല്ലാ സിനിമകളിലും ഉണ്ടല്ലോ ഇതുപോലെ കരിമ്പടം പതിച്ചുകൊണ്ടൊരുത്തൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. തന്നെയൊന്നും ഒരു പ്രേതം പിടിക്കുന്നില്ലല്ലോ. എന്താ ഇത്? പോ. ഈട എന്തിനാണോ ഈ വേനൽക്കാലത്ത് കരിമ്പടം പതിച്ചത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? അപ്പോ ഇതാണ് നമ്മുടെ ഹൊറർ മൂവിയിലെ മെയിൻ സ്റ്റേജ്. പ്രധാന ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. എല്ലാവരും ഉണ്ടല്ലോ? അസിസ്റ്റന്റ്? യെസ് സർ. ക്യാമറമാൻ? യെസ് സർ. ഹീറോ? യെസ്. ഹീറോയിൻ? വേണ്ട ഒന്നും വേണ്ട. നമ്മുടെ ലോ ബഡ്ജറ്റ് പടമാണ്, അപ്പോൾ ഇതിൽ ഹീറോയിൻ വേണ്ട. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. നമ്മുടെ പടത്തിന്റെ പേര് ബംഗാളി ചത്ത പ്രേതം. ബംഗാളില? അല്ല, ബംഗ്ലാവിൽ ചത്ത പ്രേതം. പ്രേതം അങ്ങനെ ചാവുന്നേ? ചത്ത കഴിഞ്ഞല്ലേ പ്രേതമാവുന്നേ? കറണ്ട് പോയി. നല്ല ശകുനം. അതെങ്ങനെ? കറണ്ട് വരുന്നതല്ലേ നല്ല ശകുനം? ഹൊറർ സിനിമയ്ക്ക് കറണ്ട് പോകുന്നതാണ് നല്ല ശകുനം. നമ്മുടേത് ഹൊറർ സിനിമയാണ്. ഹൊറർ സിനിമയ്ക്ക് കറണ്ട് പോണം. ചിക്കൻ, ഉള്ളി, കപ്പ, മസാല എല്ലാം ഇതിനകത്തുണ്ട്. ഒന്നിനും ഒരു കുറവും. എന്തൊക്കെ വന്നാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലൊരു കുറവും വരുത്തരുത്. നീ നിന്റെ പരിപാടി തുടങ്ങിക്കോ. പിന്നെ ചിക്കൻ അടിപൊളിയായിരിക്കും. അതൊക്കെ ഞാൻ എന്റെ റോൾ. പിന്നല്ലേ, അത് ഞാൻ മറക്കോ? നിന്റെ റോൾ ഇപ്പോഴല്ല, മെയിൻ റോൾ കഴിയട്ടെ. നിന്നെ ഞാൻ വിളിക്കാം. പിന്നെ ചെറിയ വേഷമാണെങ്കിലും നീയല്ലേ താരം. കൈയടി മൊത്തം നിനക്കല്ലേ. ഇതൊന്ന് പുറത്തു വന്നോട്ടെ. നിന്റെ റേഞ്ച് എവിടെ എത്തോന്ന് അറിയാമോ? പിന്നെ സംഗതികളുടെ മറക്കല്ലേ. അത് ഞാൻ മറക്കൂ? ഞാൻ കൈന്നിട്ട് കൊതറും. എന്തോന്ന് കുതറോന്ന്? ഹാസ്യം, രൗദ്രം, കരുണ, ബീഭത്സം. അതിന്റെ കാര്യമൊന്നുമല്ല. എടാ, ഈ ചിക്കനിലിടുന്ന സംഗതികളെ കുറിച്ചാണ് പറഞ്ഞത്. ചെമ്പയില, കച്ചോലം, ക്യാപ്സിക്കം. എടാ, ഇതൊന്നും ഇവിടെ മറക്കല്ലേ. ശരി. എല്ലാം റെഡിയല്ലേ? നോക്കാം.
ക്യാമറ റോളിംഗ് എന്ന് പറയുമ്പോൾ ക്യാമറ റോൾ ചെയ്യണം. ആക്ഷൻ എന്ന് പറയുമ്പോൾ അഭിനയിച്ചു തുടങ്ങണം. സാർ ഞാൻ റെഡിയാണ്. കൊള്ളാം കൊള്ളാം. ഓക്കെ അല്ലേ? അങ്ങോട്ട് മാറിയില്ല, ഞാൻ പിന്നെ വിളിക്കാം. ആ ഓക്കെ, ക്യാമറ റോളിംഗ്. എന്തോന്നടാ ഇത്? ക്യാമറ റോൾ ചെയ്യുന്നു. ബിറോൺ സാറേ ആദ്യമായിട്ടല്ലേ? ഡേയ് ചേച്ചി പോടേ. ക്യാമറ ഇനി റണ്ണിങ് എന്ന് പറഞ്ഞാൽ മതി. വേണ്ട വേണ്ട, ക്യാമറ കൊണ്ട് ഓടുപോയി. ആക്ഷൻ. എന്താ ഇത്? സാറേ ഇത് റീൽസ് കാരനല്ലേ, വായനക്കേ ശീലമുള്ളൂ. എടാ മോനെ, ഇത് റീൽസ് അല്ല. സാർ ഡയലോഗ് ഡയലോഗ് പറഞ്ഞുതരാം. മഴ പെയ്യുന്ന പാതിരാത്രിയിൽ ഈ ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക്. ഹോ, പേടിയാവുന്നു. ഫോണിൽ ആരെയും കിട്ടുന്നില്ല, റേഞ്ചും ഇല്ല. ശോ. ആക്ഷൻ. മഴയുള്ള പാതിരാത്രി ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ആരുമില്ല. പിന്നെ എന്താന്നടാ ഇത്? ഇത്തരം ഡയലോഗ് പറയാൻ അവന്റെ വാക്യം തന്നു. നീ ഡയലോഗ് പറയണേ. ഡേയ്, മഴ പെയ്യുന്നു പാതിരാത്രിയിൽ ഈ ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക്. ഹോ, പേടിയാവുന്നു. ഫോണിൽ ആരെയും കിട്ടുന്നുമില്ല, റേഞ്ചും ഇല്ല. ശോ. എടേ ഒന്ന് പറയടേ. ശരി സാർ, ഓക്കെ. സാർ എൻ്റെ റോളായോ? വിളിക്കാന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് മാറില്ല. അങ്ങോട്ട് ഈ ഡയലോഗിൽ അല്പം മാറ്റം വരുത്തിയാൽ മതി. ഇത് നോക്കി, മഴയുള്ള പാതിരാത്രി. ഈ മഴയുള്ള അതങ്ങോട്ട് കളയാൻ, മഴയുടെ സൗണ്ട് അത് വ്യക്തി കിട്ടുമല്ലോ. അപ്പം മഴ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യവും. ഓക്കെ, ബാക്കി പറഞ്ഞാൽ മതി, കുറച്ചല്ലേ ഉള്ളൂ. കാണിച്ചില്ല. പാതിരാത്രിയിൽ ഈ ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക്. ഹോ, പേടിയാവുന്നു. ഫോണിൽ ആരെയും കിട്ടുന്നുമില്ല, റേഞ്ചും ഇല്ല. ഷോ, അത് മതി. ഓക്കെ. ആക്ഷൻ. ആക്ഷൻ. പാതിരാത്രി ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഇടിവെട്ടി. മഴ. എന്താണടാ ഇത്? ഡയലോഗ് ശ്രദ്ധിച്ച് കേള്. ഡയലോഗ് കൂടിപ്പോയതാണ് കുഴപ്പം. യവനെയൊക്കെ അയ്യൊന്നും പറയല്ലേ, ഫുഡിൻ്റെ വയസ്സ് എവൻ്റെ വകയാണ്. പട്ടിണിയായി പോവും. പാതിരാത്രി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, വെളിയിൽ ഇരുട്ടല്ലേ. ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടാ അറിഞ്ഞു ഇവിടെ അയാൾ ഒറ്റയ്ക്കാണെന്ന്. അപ്പം അത് മതി. ഹോ, പേടിയാവുന്നു. ഫോണിൽ ആരെയും കിട്ടുന്നുമില്ല, റേഞ്ചും ഇല്ല. അത് മതി, അത് മതി. ശരി. ആക്ഷൻ. ആക്ഷൻ. അതെ, ഇവിടെ ഒരു ആക്ഷൻ പറഞ്ഞാൽ മതി. അത് ഞാൻ പറഞ്ഞോളാം. ഈ മരപ്പാടിനെ വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, വിളിച്ചിട്ട് കിട്ടുന്നില്ല, റേഞ്ചും ഇല്ല. അത് മതി. ഏതാ മതി? ഒരു കാര്യം ചെയ്യാം, എവനെ ഊമയാക്കാം. അത് കൊള്ളാം. എന്തിനാ എടാ മോനെ, ഫോൺ ചെയ്യുമ്പോൾ ഒന്ന് കാണിക്കാമോ? ശരി സാർ, കാണിക്കാം. ശരിയാവുന്ന ലക്ഷണമില്ല. ആക്ഷൻ. ഇവിടെ നിന്നും പോകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ രക്തം തുപ്പി മരിക്കേണ്ടി വരും. കട്ട് 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 കട്ട്. ഡയലോഗ് തട്ടി. ഇവന്റെ കോൺട്രിബ്യൂഷൻ വല്ലതും? 10 പൈസയുടെ കോൺട്രിബ്യൂഷൻ ഇല്ല, വെറും ഒരു അഭിനയമോയി. ഇരി. റെഡി, ആക്ഷൻ. ഇവിടെ നിന്നും പോകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ രക്തം തുപ്പി മരിക്കേണ്ടി വരും.
നിന്നോടല്ലടാ പറഞ്ഞ ഡയലോഗ് പറയാം. എന്റെ റോളായ സർ ആയില്ലാവുമ്പോ പറയാം. ഇതുവരെ തുടങ്ങിയിട്ടില്ല, പിന്നെ ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല. പിന്നെ 1-2 മണിക്കൂറായില്ലേ തുടങ്ങിയിട്ട്. എടേ വിളിച്ചോണ്ട് പോടേ അവനെ. ബാക്കിയുള്ളവർക്ക് വേഷം കിട്ടുന്നതായിരുന്നു സംശയം. അന്നേരം ആ കുശിനിക്കാരൻ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് അവനെയൊക്കെ? എൻ്റെ പൊന്ന് സാറേ, ഈ പാചകക്കാരോടും ഡോക്ടർമാരുടെ അടുത്തൊന്നും പറയല്ലേ, അവന്മാർ വിഷം കലക്കി തരും. ഇവിടെ നിന്നും പോകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ രക്തം തുപ്പി മരിക്കേണ്ടി വരും. നിർത്താ, നിന്നോടല്ല പറഞ്ഞത്. പോടാ പോടാ, പോയി ഡയലോഗ് പഠിച്ചിട്ട് പോടാ. പോടാ. ബ്രേക്ക്. എടേ ആയില്ല, ആവുമ്പോ അതല്ല, ചിക്കൻ വെന്തോ നോക്കാനാ. ഞാനാണ് സ്വഭാവം നടൻ. ഇവിടെ ഒഴി. ഞാനാണ് ഇതിന്റെ ഹീറോ. എനിക്കാദ്യം. ഞാനാണ് ഇവിടെ ക്യാമറമാൻ. ക്യാമറയല്ലേ ഒന്നുമില്ല. ഇവിടെ ഒഴി ആദ്യം. ഞാനാണ് ഇവിടുത്തെ ആളിനോള്. ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. ഡേ ഒഴിയടേ, ഇങ്ങോട്ട് ഒഴിയടേ. എന്താടാ നിനക്ക് ആസ്മേ? എന്താടാ കാണിച്ചത്? പോക്കൃത്തരം കാണിക്കണ? നോക്ക് തുപ്പി വെച്ചാണ് പോക്കൃത്തരം കാണിക്കുന്നതാ. തൊടടാ തൊടടാ. അപ്രതീക്ഷിതമാവട്ടെ. ഇവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും അപ്രത്യക്ഷമാവൂല. നീ തുടച്ചാലേ പോവുള്ളൂ. ഡാ ഒരു തുണി കൊടു, തുടങ്ങിട്ട് തൊടടാ. ആ തൊടാ തൊടടാ. ഇവിടെ അത്ര തുപ്പ അവന്റെ അപ്പന്റെ വകയല്ലേ. തൊടടാ തൊടാ. കംപ്ലീറ്റ് തുറച്ചോണം. വന്നേക്കും ആൻസം വെച്ചോണ്ട്. അപ്രതീക്ഷിതമാവട്ടെ. ഓ, ഇപ്പോഴാ ഒന്ന് വർക്കായത്. ഇതുകൊണ്ടോ ഈ പഴയ പെട്ടിക്കകത്തുനിന്ന് കിട്ടിയതാ അമൂല്യ നിധി. ഓ, ഇത് സായിപ്പിന്റെ ബംഗ്ലാവില് സായിപ്പ് ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ്. ഇതിന്റെ മൂല്യം എത്രയാണെന്ന് അറിയാമോ? കൊള്ളാമല്ലോ. എന്നാ നമുക്കിത് വിറ്റാലോ? എവിടെ വയ്ക്കാം? ഓടാ, ഇത് വിൽക്കാനോ? ഇത് നമ്മ കടിക്കാനുള്ളതാ. നോക്കട്ടെ.
എന്താട് അതാ ഇത് അമൂല്യ നിധി. എന്നിട്ട് ആര് പറഞ്ഞത് എടുക്കാൻ? എടേ ഞാനിവിടെ കൊണ്ടുവച്ച സാധനമാണിത്, അമൂല്യ നിധി. ഓഹോ, നിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ? ഇതൊക്കെ അവന്മാരെ പൈസ തന്നെ. രണ്ടെണ്ണം അടിച്ചിട്ടാണ് ഇന്ന് അഭിനയിച്ച് ചേർക്കാൻ. ഇപ്പോഴെങ്ങാണ് എത്തുമോ എന്തോ അവൻ്റെ അമൂല്യനിധി. കപ്പ പുഴുങ്ങട്ടെ. ജനളത്തിയുള്ള വേട്ടാളിയന്മാരെ. മൊത്തം ഇരട്ടാണല്ലോ. പക്ഷെ ഇവന്മാർ എന്താ ചെയ്ത് വെച്ചേക്കുന്നത്? ഇതിന് ഹോൾഡ് ഇട്ടില്ലല്ലോ. തല തിരിഞ്ഞ ക്രേസി ബഗർ, ഇതാണ് എനിക്ക് വേണ്ടത്. യു ഡിഡ് ഇറ്റ്. നോക്കടാ, ഇതാണ് ഡെഡിക്കേഷൻ, അർപ്പണ മനോഭാവം. കഥാപാത്രമായിട്ട് മാറിയ യവനെ കണ്ട് പഠിക്കണം. ഇനി മറ്റൊരു പ്രേതം നമുക്ക് വേണ്ട, വേറെ ഇല്ല, മതി. യവനാണ് നമ്മളെ പ്രേതം. എൻ്റെ ജോലി പോയി. ഏയ്, നീ നിന്റെ തലയൊന്ന് തിരിച്ച് കാണിച്ചു കൊടു, അവന്മാർ കണ്ടിട്ടില്ല. എടാ, തല തിരിച്ച് കാണിച്ചു കൊടുറാ. നീ നേരത്തെ തന്നെ കാണിച്ചല്ലേ? എടാ, കാണിച്ചു കൊടുറാ. എന്താടാ നീ എന്നെ നോക്കി ചെറയണത്? ഇങ്ങനെ തിരിച്ച് കാണിച്ചു കൊടുറാ. കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ എന്നെ നോക്കി ചെറിയാണ്. വാ, ഇരി ഇരി. എന്തുവാടാ എൻ്റെ പേര്? എടാ, നിന്റെ പേരെന്തിരുന്ന്? പേര് ചോദിച്ച പെരുമണ. സുഖു, ആലുംമൂട്ടിലെ സുഖു. കൂട്ടുകാർ ചതിച്ചു കൊന്ന സുഖു. അടിപൊളി പേര്. അയ്യ, ആലുമൂട്ടിലെ ചുഗു, ഇതാണ് ആ പേര്. പ്രേതമൊക്കെ ആകുമ്പോൾ നല്ലൊരു പേരിടണ്ടേ. കണിമംഗലത്തെ ബദരിനാഥ്, അങ്ങനെയൊക്കെ വേണം. ഇതൊരു മാതിരി ചുഗു. എടാ, പ്രേതങ്ങൾ ഇങ്ങനെയാണോടാ സംസാരിക്കുന്നത്? അതിന് നീ നേരത്തെ ഏതെങ്കിലും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോടാ? കപ്പ എന്തോ നോക്കിയേ. വാ. നീ എന്തിനാടാ എന്നെ അടിച്ചേ? കുറെ നേരമായിട്ട് നിന്നെ ഓങ്ങി ഓങ്ങി വെച്ചൊക്കെയാണ്. നിനക്ക് വേവ് നോക്കണം, ഉപ്പ് നോക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഉയിരെടുക്കാൻ തുടങ്ങിയിട്ട്. ഞാനാടാ നിന്റെയൊക്കെ വേലക്കാരനാ? ഒരു റോള് തരാൻ തുടങ്ങി വിളിച്ചിട്ട് ഇപ്പൊ ഷൂട്ടിംഗ് തീർന്നോ? അതിനോട് ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല. നീ ആടാ നിന്റെ ചോദിച്ചാ? എനിക്കെന്റെ പൈസ കിട്ടണം.
ഷൂട്ടിങ് കോപ്പെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് വെള്ളം അടിക്കാനാ? എന്തായി കാണിക്കണ? ഇന്നാണോ നിന്റെ പൈസ? ഗതിയില്ലാത്തൊരു പ്രേതാത്മാവാണ് ഞാൻ. എന്റെ മുന്നിൽ പെട്ടവരാരും ഇതുവരെ ജീവനോടെ ഇരുന്നിട്ടില്ല. ബഹുമാനിക്കാം പടികടാ.